ഞാൻ സംബന്ധിച്ചാൽ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട സിൽക്ക് ഫാബ്രിക് ആട്ടോ. ചെക്ക് കോട്ടയുടെയൊക്കെ നല്ല സോഫ്റ്റ് ഫാബ്രിക്, സിൽക്കി ഫിനിഷ് തന്നെയാണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാനിത് ഒരുപാട് മടക്കി വെച്ചേക്കുന്നതാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് തന്നെ തയ്ക്കാൻ കിട്ടും. യോക്ക് പോർഷനിൽ നമുക്ക് റേറ്റ് കൂടിയേറ്റിട്ട് വരുന്ന പോലെ തന്നെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് ആ കൂടിയതിൻ്റെ അതേ ലുക്ക് തന്നെയാണ് കേട്ടോ. ഈ സെയിം തന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഇല്ലാതെ 3000 മേളിൽ റേഞ്ചിൽ വരുന്നുണ്ട്. അത്രയും ആ ഒരു ലുക്ക് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കും കേട്ടോ. സാധാരണ ഇങ്ങനെ റേറ്റ് കുറഞ്ഞ് വരുമ്പോഴത്തേനും മെറ്റീരിയൽ നമുക്കൊരു ഏകദേശം കണ്ടാൽ മനസ്സിലാവും കോട്ടയുടെ തന്നെ കുറഞ്ഞാന്നുള്ളത്. പക്ഷേ ഇതിനങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത്രയും നല്ല സോഫ്റ്റായിട്ട് നല്ല ലെങ്തി ആയിട്ട് നല്ല ഫിനിഷിങ്ങിലാട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ദുപ്പട്ടയ്ക്കകത്തും ഫുള്ളായിട്ട് ക്രോസ് സ്റ്റിച്ചിൻ്റെ ഡിസൈൻ തന്നെയാണ്. ബോട്ടത്തിന് ഇതിനകത്ത് ആ ലൈറ്റ് ഷെയ്ഡില്ലേ ആ കളറാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് കളറിന് നല്ല കേട്ടോ. ഇതൊരു എവിടേക്കോ ഒരു ഒനിയൻ പിങ്കിൻ്റെ കോമ്പിനേഷനുള്ളൊരു മെറൂൺ എന്ന് പറയാം. നമ്പർ AJ 507, റേറ്റ് 880 രൂപയുള്ളൂ. 880. അടുത്ത ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ടോൺ ആട്ടോ. അത് നോർമൽ വരുന്ന സൈസ് ലാവണ്ടർ അല്ല, ഡാർക്ക് വൈൻ മിക്സ്ഡ് ഒരു ലാവണ്ടർ ഇല്ലേ. ഇതൊരു വെറൈറ്റി റെയർ ഒരു ഷെയ്ഡാട്ടോ. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ആ ഒരു മെയിൻ കളർ കോമ്പിനേഷൻ്റെ ഒരു എടുപ്പുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. അതേപോലെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടിയതാണെന്ന് തോന്നിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് കിട്ടുന്നവർ പെട്ടെന്ന് തന്നെ എടുത്തോ കേട്ടോ. കാരണം അവൈലബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചില സമയത്തിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബുക്കിംഗ് എക്സ്പയർ ആയിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. നല്ല ലെങ്തി ആയിട്ടുള്ളതായിട്ട് ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്. നമ്പർ AJ 502, റേറ്റ് 880. അടുത്ത ഷെയ്ഡ് ഇതൊരു ഗ്രീൻ മിക്സഡ് കളറാണ് കേട്ടോ. ഭയങ്കര നോർമൽ വരുന്ന ഭയങ്കര ഗ്രീൻ അല്ല, എവിടെയോ ഒരു ഡാർക്കർ മിക്സർ, ഒരു ബ്രൗൺ മിക്സർ ഒരു ഗ്രീൻ കളറാണ്. കളർ കോമ്പിനേഷൻ നല്ല കേട്ടോ. എപ്പോഴും ഗ്രീൻ്റെ കൂടെ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻസ് ഭയങ്കര എടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കുറച്ച് ഡാർക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. തീരെ ലൈറ്റ് ആയിട്ടില്ല, കുറച്ച് ഡാർക്കായിട്ടായതുകൊണ്ട് നമുക്ക് റേറ്റ് കൂടിയതിൻ്റെ ഒരു ലുക്ക് തോന്നിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല ലെങ്ത് ഉണ്ട്. ഭയങ്കര പറന്ന് നിൽക്കുന്നതല്ല കേട്ടോ. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒതുങ്ങി കിടക്കും. ബോട്ടം സാറ്റിൻ സിൽക്കിൻ്റെ കൂടിയ മെറ്റീരിയൽ തന്നെ കേട്ടോ. ഇതിൻ്റെ നമ്പർ AJ 503, റേറ്റ് 880, 880. അടുത്ത ഷെയ്ഡ് ശരിക്കും പറഞ്ഞാൽ രാമ ഗ്രീൻ മിക്സഡ് ബ്ലൂ ആട്ടോ. നിങ്ങൾ ഭയങ്കര ബ്ലൂ ആയിട്ട് കാണുമായിരിക്കും. പക്ഷേ ഭയങ്കര ഡാർക്ക് ബ്ലൂ അല്ല, ഗ്രീനിഷ് ബ്ലൂ ഇല്ലേ അങ്ങനത്തെ ഷെയ്ഡാണ്. പക്ഷേ നല്ല കളറാണ്. കോമ്പിനേഷനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല എടുപ്പുള്ള കളർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ കാണുന്ന അത്രയും ബ്ലൂ ആയിരിക്കണം എന്നില്ല. കുറച്ചുകൂടെ ഗ്രീനിഷ് ബ്ലൂ ആയിട്ട് കണക്ക് കൂട്ടാം. നമ്മുടെ രാമ ഗ്രീൻ പോലെയൊക്കെ അതൊരു മിക്സഡ് ടൈപ്പ് ബ്ലൂ കളറിനെ കണക്ക് കൂട്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു മെയിൻ ഇതുണ്ട്, പിങ്കിൻ്റെ കോമ്പിനേഷൻ ഉള്ളതിനും ഭയങ്കര എടുപ്പാട്ടോ. അപ്പോൾ ഇതാ ഒരു സോഫ്റ്റ് ഫാബ്രിക്കുമാണ്. ബോട്ടം കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡാണ് ചെയ്തേക്കുന്നത്. നമ്പർ വരുന്നത് AJ 505, റേറ്റ് 880. നല്ലൊരു വൈൻ കളറാണ് കേട്ടോ. നല്ല ഡാർക്കർ ഷെയ്ഡ് തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നല്ല ലുക്ക് ഉണ്ടായതുകൊണ്ട് റേറ്റ് കൂടുതൽ എന്തായാലും പറയും. എന്തായാലും 1000 ബിലോ റേഞ്ച് അല്ല, അതിൽ കൂടുതൽ റേറ്റ് പറയുന്ന ഒരു ഐറ്റമാണ്. കാഴ്ചയ്ക്ക് അത്രയും ലുക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിക്കുന്നേക്കാളും എന്തായാലും നിങ്ങൾ തയ്ച്ചിടുമ്പം ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിന് ഫ്രണ്ട് പോർഷനിൽ സെയിം തന്നെ ഡിസൈനാണ്. ദുപ്പട്ടയിൽ ഫുള്ള് വർക്കുണ്ട് കേട്ടോ. അങ്ങനെ വർക്കില്ല അല്ല, ഫുൾ വർക്കുണ്ട്. സ്കാലപ്പ് ബോർഡർ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമ്പർ AJ 504, റേറ്റ് 880 രൂപയുള്ളൂ. 880. ലാസ്റ്റ് കളർ വരുന്നത് ഇതൊരു ഡാർക്കർ ഗ്രീൻ. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഗ്രീന് കുറച്ചുകൂടെ ഒരു ലൈറ്റർ ടോണാണ്. ഇത് കുറച്ച് ഡാർക്കർ ഗ്രീനാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര കരിപ്പച്ച കളറല്ല, ഗ്രീനിൽ തന്നെ നല്ലൊരു കളറാണ്. അതും സെയിം തന്നെ ഡിസൈനാണ്. ദുപ്പട്ടയിലും ഫുള്ള് വർക്കുണ്ട്. ഒതുങ്ങി കിടക്കുന്നതാണ് കേട്ടോ. പറന്ന് നിൽക്കുന്നതല്ല, ഒതുങ്ങി കിടക്കുന്നതാണ്. സാറിന് എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് റേഞ്ചിലൊക്കെ വരുന്ന കുറച്ച് പറന്ന് നിൽക്കുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്ക്. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ AJ 506, റേറ്റ് 880 രൂപയുള്ളൂ. 880.